നമസ്കാരം. പതിരും കതിരും. നോക്കുകെന്തുജ്വല വാഗ്വിലാസം, കേൾക്കേണ്ടെനിക്ക് പ്രസംഗമൊന്നും എന്ന് ചന്ദ്രിക രമണനോട് പറഞ്ഞതുപോലെ മന്ത്രി ആർ ബിന്ദു അടൂരിനോട് പറയുന്നു. ചലച്ചിത്ര വേദികളിൽ വിഹരിച്ചിട്ടൊന്നും കാര്യമില്ല, ഹൃദയവികാസമുണ്ടായിടേണം, മനുഷ്യനായി ജീവിക്കാൻ കഴിഞ്ഞിടേണം എന്ന് വെച്ചാൽ അടൂരിനോട് പറയുകയാണ് ബിന്ദു മനുഷ്യനാകണമെന്ന്. ഇത് കേട്ട അടൂർ രമണൻ ചന്ദ്രികയോടെന്ന വണ്ണം പറഞ്ഞു, ഓരോ നിമിഷവും ലോകമെയ്യും കൂരം ബഹിലം ഞാൻ ഏറ്റുകൊള്ളാം. സത്യത്തിൽ ഈ ബിന്ദു ഒരു ചെറിയ ആളൊന്നുമല്ല. ഒരേ സമയം ഗവർണറോട് ഏറ്റുമുട്ടണം, VC-മാരോട് ഏറ്റുമുട്ടണം, വിശ്വപ്രതിഭയോടും ഏറ്റുമുട്ടണം, വിദ്യാഭ്യാസത്തെ അത്യുന്നതയിൽ എത്തിക്കണം, തലയിൽ ബേഡായി ബംഗ്ലാവ് ചുമന്നുകൊണ്ട് നടക്കണം. ഇതിനിടയിലാണ് സൂമ്പയും പുലിച്ചുവടും കഥകളിയും. പ്രത്യയശാസ്ത്രവും സാമൂഹിക നീതിയും ഭരണചക്രവും എല്ലാം ഒരേ സമയം ചുമ്മിത്തളർന്ന് വീട്ടിലെത്തിയാലോ? വിജയരാഘവൻ ചോദിക്കുകയായി, നിനക്കെന്താ ഈ വീട്ടിൽ പണി? ഇത്രയും കാലം ഇടതു സഹയാത്രികനായും ഇടതു ബുദ്ധിജീവിയായും പിണറായി വിജയൻ്റെ ഉറ്റ തോഴനായും നടന്ന അടൂരിന് പറ്റിയ ഒരു ദുർഗതി കണ്ടില്ലേ? സത്യത്തിൽ ശരിക്കും അടൂർ പ്രതിഭയായത് ഇപ്പോഴാണ്. ഒറ്റയടിക്ക് സാംസ്കാരിക ലോകത്തെയും സാമൂഹ്യ ശരീരത്തെയും ചാലക്കമ്പോളത്തെയും ചലിപ്പിക്കാൻ വേറെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. സാംസ്കാരിക നായകന്മാർ സംസ്കാരത്തെപ്പറ്റി മാത്രം പറയുന്നതാണ് സാധാരണ രീതി. എന്നാൽ അടൂർ അങ്ങനെയല്ല. സർക്കാരിൻ്റെ ദുർവ്യയത്തെ ഓർമ്മിപ്പിക്കും. ദളിതർക്ക് സിനിമയെടുക്കാൻ പരിശീലനം മസ്റ്റാണെന്ന് പറയും. സ്ത്രീകൾ സംവിധായകരായി വരുന്നതിൻ്റെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിക്കും. ചുമട്ടുതൊഴിലാളികളുടെ ലൈംഗിക അരാജകത്വത്തെപ്പറ്റി പറയും. ഇങ്ങനെ വല്ലപ്പോഴും വന്ന് സത്യത്തിൻ്റെ മുഖം മൂടി തുറന്നു വയ്ക്കാൻ നമുക്കൊരു വെള്ളാപ്പള്ളി നടേശനും അടൂരുമൊക്കെ നിർബന്ധമാണ്. വേടനെ പോലെയുള്ള യുവാക്കൾ സമൂഹത്തെ ഉത്തേജിപ്പിക്കേണ്ട സമയമായിരുന്നു ഇത്. പക്ഷേ എന്തു ചെയ്യാം, ഉത്തേജനം കൂടിപ്പോയതിനാൽ ആ ശുക്രനക്ഷത്രത്തിന് ഒളിവിൽ പോകേണ്ടി വന്നു. വേടൻ വേദിയിൽ വന്ന് മകാരം കൂട്ടി 2 തെറി പറഞ്ഞാലും കയ്യോടെ പിടിച്ച് പാഠപുസ്തകമാക്കും ഈ സർക്കാർ. വിശ്വപ്രതിഭ വന്നൊരു നല്ല കാര്യം ഉപദേശിച്ചാലോ തെറിയും പരാതിയും അന്തിച്ചർച്ചയും. ഈ സമൂഹത്തെ ഇപ്പോൾ ശരിക്കും ഒന്നുണർത്താൻ ഒന്നുകിൽ അടൂർ ഇറങ്ങണം, അല്ലെങ്കിൽ നടേശൻ മുതലാളി വരണം. അടൂരിനെതിരെ ഒരുത്തൻ കേസ് കൊടുക്കാൻ പോയതാണ് രസകരം. നാടാകെ നടന്ന് വർഗീയത പറഞ്ഞ് മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരെ ഇവിടെ കേസില്ല. മുഖ്യമന്ത്രി നേരിട്ട് സരസ്വതി സമ്മാനം നൽകി ആദരിച്ചു. ആ പുള്ളിയാണ് ഇനി അടൂരിനെ അകത്തിടാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ മുൻപരിചയമില്ലാത്തവർ സർക്കാർ ഫണ്ട് കൊണ്ട് സിനിമയെടുക്കാൻ വരുമ്പോൾ അവർക്ക് 3 മാസത്തെ ശരിയായ പരിശീലനം നൽകണമെന്ന് ഒരാളെന്ന് ഉപദേശിച്ചു പോയാൽ ഏതെങ്കിലും കോടതി അദ്ദേഹത്തെ പിടിച്ച് ശിക്ഷിക്കുമോ? വേദം കേട്ട കുറ്റത്തിന് താഴ്ന്ന ജാതിക്കാരൻ്റെ കാതിൽ ഈയമുരുക്കി ഒഴിച്ച ഒരു പ്രാകൃത കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ പഠിപ്പിക്കണമെന്നാണ് അടൂർ പറയുന്നത്. അതൊരു കുറ്റമാകുമോ? പരിശീലനവും വിദ്യാഭ്യാസവും നൽകരുത്, അവന്മാർ വേറെ വല്ല പണിക്കും പോകട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അടൂരിൻ്റെ നിഴൽക്കുത്തു മർമ്മം നോക്കി സമൂഹം ഒന്നടങ്കം കുത്തുമായിരുന്നു. കോടതി പിടിച്ച് അകത്തിടുകയും ചെയ്യും, എലിപ്പെട്ടിയിൽ കയറ്റി അയക്കുകയുമാകാം. ഗായകൻ MG ശ്രീകുമാർ വേടനെ അറിയില്ലെന്ന് പറഞ്ഞതിൻ്റെ കേട് ചില്ലറയൊന്നുമല്ലായിരുന്നു. അടൂരിന് പുഷ്പവതിയെയും അറിയില്ല, പിണറായിക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ല, പിന്നല്ലേ? എല്ലാവരും എല്ലാവരെയും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അടൂരാണെങ്കിൽ നവമാധ്യമങ്ങൾ കാണാറേയില്ല, പത്രങ്ങൾ മാത്രമേ വായിക്കൂ. അദ്ദേഹം പഞ്ചാംഗം നോക്കിയാണ് ഇപ്പോഴും യമകണ്ഠ കാലം മനസ്സിലാക്കുന്നത്. അടൂർ എല്ലാ കാലത്തും തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയാറുണ്ട്. ദിലീപിന് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു. കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ ചെന്ന് അദ്ദേഹം പ്രസംഗിച്ചത് കലാലയ രാഷ്ട്രീയത്തിന് ഒരു 10 വർഷത്തെ അവധി കൊടുക്കണമെന്നാണ്. കലാലയ രാഷ്ട്രീയം കഠാര രാഷ്ട്രീയമായപ്പോഴാണ് അടൂർ അങ്ങനെ പറഞ്ഞത്. അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് താനും. തൊട്ടു പിന്നാലെ പ്രസംഗിച്ച ജോർജ് ഓണക്കൂർ പറഞ്ഞത് രാഷ്ട്രീയമില്ലാത്ത കലാലയം എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാണ്. കലാപരാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന അർത്ഥത്തിലായിരിക്കും അടൂരത് പറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. അടൂർ സിനിമാവേദിയിൽ പറഞ്ഞ അഭിപ്രായത്തോട് അപ്പോൾ തന്നെ സജിച്ചായൻ എതിർപ്പറിയിക്കുകയും ചെയ്തു. അഭിപ്രായങ്ങൾ അങ്ങനെ പലതും വരും. അതിൻ്റെ എല്ലാ അറ്റത്ത് ഞാലാൻ പോയാൽ അതിനെ സമയം കാണും. വായ പോയ കോടാലികളായ സമൂഹം വെള്ളാപ്പള്ളിയെയും അടൂരിനെയുമൊക്കെ കാണുകയുള്ളൂ. എന്നാൽ അത്തരം കോടാലികൾ നമുക്ക് വേണ്ടതുമാണ്. പൊന്നിൻ തൂമ്പ ഉണ്ടെങ്കിലും ഇരുമ്പിൻ തൂമ്പയുടെ ആവശ്യം വരും എന്ന് സാരം. 10-60 വർഷം സിനിമയിൽ പയറ്റിയ അടൂരിനെ പഠിപ്പിക്കാൻ ആർ ബിന്ദു ചെന്നാൽ എന്താകും സ്ഥിതി? 3 മാസത്തെ ട്രെയിനിങ് ഉണ്ടോ എന്ന് ചോദിച്ചെന്നിരിക്കും.
സാംസ്കാരിക മന്ത്രി എന്നെ തിരുത്തിയത് അദ്ദേഹം സിനിമാ സ്പെഷ്യലിസ്റ്റ് അല്ലാത്തതിനാലാണ് എന്നും അടൂർ പറഞ്ഞു. ഒരർത്ഥത്തിൽ ചെറിയാൻ എന്ത് ട്രെയിനിങ് ഉണ്ടായിട്ടാണ് സിനിമാ മന്ത്രിയായത്? ബിന്ദു എന്തു മലമറിച്ചിട്ട ഉന്നത മന്ത്രിയായതും ഡോക്ടറേറ്റ് നേടിയതും? ഒരു പരിശീലനമോ വിവരമോ വേണ്ടാത്ത ഒരൊറ്റ പണിയേ ഉള്ളൂ, അത് മന്ത്രിപ്പണിയാണ്. ഏതെങ്കിലും പശുവിനെ കറന്ന പരിചയത്തിലാണോ ചിഞ്ചുറാണി ക്ഷീരമന്ത്രിയായത്? ചെറിയാച്ചൻ വരാലുകറി കൂട്ടിയതിൻ്റെ മാത്രം പരിചയത്തിൽ ഫിഷറീസ് മന്ത്രിയായി. ഒരൊറ്റ കവിതയെങ്കിലും എഴുതിയിട്ടാണോ സാംസ്കാരിക മന്ത്രിയായത്? വനമേതാ, ഫോറസ്റ്റ് ഏതാ, വരയാടേതാ, വരയില്ലാത്താടേതാ, ഇതൊന്നും അറിയാതെയാണ് ശശീന്ദ്രൻ കാടുമന്ത്രിയായത്. സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തും എന്നല്ലാതെ ന്യൂട്രലും ഫേസും തിരിച്ചറിഞ്ഞിട്ടാണോ കൃഷ്ണൻകുട്ടി കരണ്ട് മന്ത്രിയായത്? എന്തു പരിശീലനം ഉണ്ടായിട്ടാ മുണ്ടശ്ശേരിയും രണ്ടാം മുണ്ടനായ ബേബിയും ഇരുന്ന കസേരയിൽ ഈ ശിവൻകുട്ടി ഇരിക്കുന്നത്? കസേരയിൽ ചവിട്ടി മേശയിൽ കയറാൻ അറിയാം, അതുമാത്രമാണ് യോഗ്യത. പാരസെറ്റമോൾ ഏതാ, മോൻ ഏതാ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ വീണ ജോർജ് ആരോഗ്യമന്ത്രിയായത്? സർക്കാരിൻ്റെ കാശെല്ലാം കമ്മി തീർത്ത് തിന്നുകൊഴുത്ത് സുഖിച്ചു കഴിയുന്ന ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കൂടി 3 മാസത്തെ പരിശീലനം നൽകണമെന്ന് അടൂര് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങാരാകുമായിരുന്നു. സിനിമാ കോൺക്ലേവിൽ പ്രസംഗിച്ചതിൻ്റെ പേരിൽ ചാലക്കമ്പോളത്തിലെ ചുമട്ടുതൊഴിലാളികളെ വരെ ശത്രുക്കളാക്കിയ ഒരു വിശ്വപ്രതിഭ ഇന്നോളം ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല.